നമ്മുടെ സ്വർണത്തിൻ്റെ വില ഭയങ്കരമായ കയറ്റിറങ്ങലിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇപ്പോൾ ഏകദേശം 8,000 രൂപയിൽ വന്ന് നിൽക്കുകയാണ്. ഇനി ഇത് എവിടേക്ക് പോകും എന്നതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ വിശകലനമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇത് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ എന്നെ ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുക. സ്വർണത്തിൽ നിക്ഷേപമുള്ളവർ കോടീശ്വരന്മാരാവൂ എന്നുള്ളതാണ് ഞാനിന്നിവിടെ ചർച്ച ചെയ്യുന്നത്, നിങ്ങളോട് സംസാരിക്കാൻ വരുന്നത്. അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പല വാർത്തകളും വരുന്നുണ്ട്. അതായത് ചൈനയിലെ ജ്വല്ലറികളിൽ സ്വർണം വാങ്ങാൻ ആളുകൾ ക്യൂ നിൽക്കുന്നു. അതുപോലെ സ്വർണ്ണവില ഏകദേശം ഒരു 10,000-ന് മുകളിൽ പോകും. അങ്ങനെയുള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ പലതിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് മാർക്കറ്റിനെ ആഗോളമായിട്ടുള്ള പല കാര്യങ്ങളെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ സ്വർണ്ണവില കൂടിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ നമ്മുടെ ഇവിടെയുള്ള ആളുകൾ ഇത് സ്വർണം മേടിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തിയിട്ടൊന്നുമല്ല ഇതിന് വില കൂടുന്നത്. സാധാരണക്കാർ സ്വർണം മേടിച്ചിട്ടൊന്നല്ല വില കൂടുന്നത്. ഇപ്പോൾ പ്രധാനമായിട്ടും സ്വർണത്തിൻ്റെ വില കൂടാനുണ്ടായ കാരണം അമേരിക്കൻ ഭരണകൂടത്തിൽ വന്ന മാറ്റവും ട്രംപ് ഡോളറിനെ ശക്തിപ്പെടുത്താൻ നടത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഒരു കാര്യം കൂടിയാണ് ഈ സ്വർണ്ണവില കൂടാനുള്ള പ്രധാന ഒരു കാരണം. അതായത് ലോകരാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്വർണം റിസർവുള്ള രാജ്യം അമേരിക്കയാണ്. അമേരിക്കയുടെ കയ്യിൽ ഏകദേശം 8,100 ടണ്ണോളം, 8,100 ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 81 ലക്ഷം കിലോ സ്വർണം അവരുടെ കയ്യിൽ റിസർവ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇന്ത്യ കിടക്കുന്നത് 9ാം സ്ഥാനത്താണ്. ഇന്ത്യയുടെ കയ്യിലുള്ളത് ഏകദേശം 7-8 ലക്ഷത്തോളം കിലോ ആണ് ഇന്ത്യയുടെ കയ്യിലുള്ള റിസർവ്. പക്ഷേ നമ്മുടെ ഇന്ത്യയിലിപ്പോൾ അത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ളതാണ്. നമ്മുടെ ഇവിടെയുള്ള സാധാരണ ആളുകളുടെ കയ്യിലും അതുപോലെ തന്നെ ജ്വല്ലറികളുടെ കയ്യിലുള്ള കണക്ക് നോക്കി കഴിഞ്ഞാൽ അതിലും കൂടുതലുണ്ടായിരിക്കാം. അത് ഇതിൽ നമുക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇന്ത്യയുടെ സ്വർണത്തിൻ്റെ കണക്കിനേക്കാളും ഏകദേശം ഒരു 10 ഇരട്ടിയോളമാണ് അമേരിക്കയുടെ കയ്യിലുള്ള റിസർവ് ആയിട്ടുള്ള ഗോൾഡ്. ലോകത്ത് 1ാം സ്ഥാനത്ത് നിൽക്കുന്ന അമേരിക്കയാണ്. സ്വർണം ഏറ്റവും കൂടുതൽ റിസർവ് ചെയ്തിട്ടുള്ള രാജ്യങ്ങളിലൊന്നാണ് അമേരിക്ക. അപ്പോൾ അമേരിക്കയുടെ ഈ സ്വർണത്തിൻ്റെ 50% അവർ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് ഫോർട്ട് നോക്സ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. കെൻറ്റക്കി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഫോർട്ട് നോക്സ് എന്നൊരു വലിയ ഒരു വെളുത്ത വലിയൊരു കെട്ടിടത്തിനുള്ളിൽ ചുറ്റും പട്ടാളക്കാരും എല്ലാ സന്നാഹങ്ങളോടും കൂടിയിട്ട് അവിടെ ഈ സ്വർണം സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ സ്വർണത്തിൻ്റെ വാല്യുവേഷൻ കഴിഞ്ഞ ഒരു 70 കൊല്ലമായിട്ട് അത് നടത്തിയിട്ടില്ല. അമേരിക്ക അത് നടത്തിയിട്ടില്ല. അതായത് അമേരിക്കയുടെ കയ്യിലിരിക്കുന്ന ഏകദേശം 41 ലക്ഷം കിലോയോളം വരുന്ന സ്വർണം ഫോർട്ട് നോക്സ് എന്ന് പറയുന്ന സ്ഥലത്ത് അവരുടെ റിസർവ് ചെയ്തിട്ടുള്ള അവരുടെ ഗോഡൗണിൽ എടുത്തു വെച്ചിട്ടുള്ള സ്വർണത്തിൻ്റെ കണക്ക് കഴിഞ്ഞ 1937 ശേഷം വ്യക്തമായൊരു കണക്ക് അവരാരും എടുത്തിട്ടില്ല. 2017 ആരോട് വിസിറ്റ് ചെയ്തു, അത് കണ്ടു എന്ന് പറയുന്നു. പക്ഷേ ഇപ്പോൾ എലോൺ മസ്ക് ട്രംപുമായി സംസാരിച്ചിട്ട് ഇതിൻ്റെ നേരിട്ട് ഇപ്പോൾ ട്രംപ് നേരിട്ട് പോയിട്ട് അവിടെ പോയിട്ട് ഇതിൻ്റെ നിലവാരം ഇപ്പോൾ അതിലെത്ര സ്റ്റോക്ക് കറക്റ്റായിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹം നേരിട്ട് ചെന്ന് അത് വിശകലനം ചെയ്യാൻ വേണ്ടി അവിടെ പോവാണ്. ഇന്നാണ് ഇത് നടക്കുന്നത്, തിങ്കളാഴ്ചയാണ് നടക്കുന്നത്. അപ്പോൾ ഒരു പക്ഷേ അവിടെ ഈ പറയുന്ന ഇത്രയും സ്വർണം, അതായത് 41 ലക്ഷം കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 143 ബില്യൺ ഔൺസ്, അതാണ് കറക്റ്റ്, 143 മില്യൺ ഔൺസ്. അങ്ങനെയാണ് വിദേശത്ത് സ്വർണത്തിൻ്റെ കണക്കെപ്പോഴും പറയാം, ഔൺസ് റേറ്റിലാണ്. ഒരു ഔൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 31.1 ഗ്രാമാണ് ഒരു ഔൺസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും സ്വർണം അവിടെ ഉണ്ടോ എന്നുള്ളത് ട്രംപ് നേരിട്ടെത്തി വിശകലനം ചെയ്യാൻ പോവുകയാണ് ഇന്നേ ദിവസം. അപ്പോൾ ഇതിൻ്റെ ഭാവിയിൽ ഉണ്ടാവാൻ പോകുന്ന കൂടുതൽ കാര്യങ്ങളാണ് ഞാനിതിലൂടെ പറയാൻ നിങ്ങളിലേക്ക് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഒരു പക്ഷേ അമേരിക്കയുടെ ഈ റിസർവ് സ്വർണത്തിൽ എന്തെങ്കിലും കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, കാരണം ഇവർ ഓഡിറ്റ് നടത്തിയിട്ടില്ല എന്ന് പറയുന്നു, എന്തെങ്കിലും കാരണവശാൽ ഇതിൽ ഈ റിസർവിൽ കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അമേരിക്കയുടെ ഡോളറിൻ്റെ ഒരു ശക്തി വളരെ താഴോട്ട് പോകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വർണത്തിൻ്റെ വില അതിശക്തമായി മുന്നിലേക്ക് പോകും. ഒരുപക്ഷെ 12,000 രൂപയോ അല്ലെങ്കിൽ 15,000 രൂപയൊക്കെ ഇതിന് വില വരാനുള്ള ഒരു വ്യക്തമായൊരു ചാൻസ് ഉണ്ട്. ഒരു ഗ്രാമിന് ഒരു 15,000 രൂപ വരെ വില വരാം. അതായത് ഒരു $3,500 മുതൽ $4,000 വരെ ഔൺസ് റേറ്റ് ഗോൾഡിന് വരാനുള്ള ചാൻസ് ഉണ്ട് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ. അങ്ങനെ പറയുന്നുണ്ട്, പല ചർച്ചകളിലും വാർത്തകളിലൊക്കെ അങ്ങനെ പറയുന്നുണ്ട്.
ഇപ്പോൾ ഇന്നേ ദിവസം ഷെയർ മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ള കറക്ഷനും കാര്യങ്ങളൊക്കെ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. ഇനി എന്തെങ്കിലും കാരണവശാൽ കറക്റ്റായിട്ടുള്ള സ്വർണ്ണം അമേരിക്കയുടെ കയ്യിൽ റിസർവ് ഉണ്ടെങ്കിൽ അമേരിക്കയ്ക്ക് ഇപ്പോഴത്തെ അവരുടെ കുറച്ച് സാമ്പത്തിക സാഹചര്യങ്ങളും കാര്യങ്ങളും മറികടക്കാൻ അവർ ഈ സ്വർണത്തിന് റീവാലുവേഷൻ നടത്തും. റിവാലുവേഷൻ നടത്തിയിട്ട് അവർ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇതിൻ്റെ റിവാലുവേഷൻ നടത്തും. അങ്ങനെ വരുമ്പോഴും ഈ സ്വർണത്തിൻ്റെ വില കൂടാനാണ് ചാൻസ്. ഏകദേശം ഒരു 10,000 രൂപയുടെ മുകളിലെങ്കിലും ഗോൾഡ് റേറ്റ് നമ്മുടെ നാട്ടിലൊരു ഗ്രാമിന് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സ്വർണം ഉള്ള ആളുകൾ, അത് കയ്യിൽ വെക്കുന്ന ആളുകൾ, അവർ കോടീശ്വരന്മാരാവും എന്നതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണത്. അപ്പോൾ ഞാൻ ഗോൾഡ് റിവാലുവേഷൻ്റെ കാര്യം പറയുമ്പോൾ, ഗോൾഡ് റിവാലുവേഷൻ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അമേരിക്ക അവർ ഡോളറിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി ഗോൾഡിന് റിവാലുവേഷൻ ഉണ്ടായ സ്വാഭാവികമായിട്ടും സ്വർണത്തിൻ്റെ മൂല്യം അവർ മാറ്റാൻ ആണ് അവർ ശ്രമിക്കുന്നത്. സ്വർണത്തിൻ്റെ മൂല്യം മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ കയ്യിലിരിക്കുന്ന ഇത്രയും റിസർവിൻ്റെ വാല്യൂ കൂടും. അതിനനുസരിച്ച് ഡോളർ ശക്തി പ്രാപിക്കും. അവർക്ക് ലോകത്തിൻ്റെ മുന്നിൽ ശക്തന്മാരായിട്ട് എന്നും തുടരാം. അപ്പോൾ സ്വർണത്തിന് എങ്ങനെ പോയി കഴിഞ്ഞാലും വില കൂടാനാണ് ചാൻസ്. ഇതെല്ലാം ഇൻ്റർനാഷണൽ മാർക്കറ്റിലുള്ള പല വാർത്തകളും കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്ത് അതിനനുസരിച്ച് ഞാൻ പലതിൽ നിന്നും കിട്ടിയിട്ടുള്ള വാർത്തകളനുസരിച്ചാണ് പറയുന്നത്. അല്ലാതെ ഇത് മുഴുവൻ എൻ്റെ നിഗമനങ്ങളൊന്നുമല്ല. പല ആളുകളുടെ വാർത്തകളും പല ഇൻ്റർനാഷണൽ ചാനലുകളിൽ വന്നിട്ടുള്ള വാർത്തകളും ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ആളുകൾ ഇപ്പോഴും വിചാരിക്കുന്നത് സ്വർണം വലിയൊരു വിലയിൽ എത്തിയെന്നാണ്. പക്ഷേ ഈ സ്വർണത്തിൻ്റെ വില എവിടെ എത്തും എന്നുള്ളത് നമുക്ക് ഇപ്പോഴും ഒരു പ്രവചനാതീതം എന്ന് പറയാം. ഇതെങ്ങനെ എത്ര കയറി പോകുന്നു അല്ലെങ്കിൽ എങ്ങനെ ഏത് നിലയിലേക്ക് വരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പെട്ടെന്ന് സ്വർണം താഴത്തേക്ക് വില കുറഞ്ഞു പോവുക എന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ പല ലോകരാജ്യങ്ങളും ഈ സ്വർണം കൂടുതൽ വാങ്ങി റിസർവ് ചെയ്യാൻ തുടങ്ങുകയാണ്. കാരണം കയ്യിൽ സ്വർണം ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം, നമ്മുടെ കറൻസിയുടെ, ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യൻ കറൻസിയുടെ ആണെങ്കിലും അല്ലെങ്കിൽ വിദേശത്തുള്ള ബാക്കിയുള്ള കറൻസികളിലേക്ക് മൂല്യം ഇടിയും. ഡോളറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ മൂല്യം ഭയങ്കരമായിട്ട് ഇടിയും. അങ്ങനെ എല്ലാ രാജ്യങ്ങളും സ്വർണം വാങ്ങി റിസർവ് ചെയ്യാൻ ഇത് കൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞൊരു 5-6 മാസമായിട്ട് ഇത് വലിയ രീതിയിൽ നടക്കുന്നുണ്ട്. ആ ഒരു പ്രക്രിയ കൊണ്ടാണ് ഈ സ്വർണത്തിൻ്റെ വില ഇത്രയും കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇനിയും ഇവിടുന്ന് കൂടാൻ പോവാണ്. ഒരു പക്ഷേ ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു കൊല്ലം കൊണ്ട് നമുക്ക് 10,000 രൂപ എന്ന് കാണാം വില. അതിലേക്ക് പോകുന്നു. ഇതിപ്പോൾ ഞാൻ പറയുന്നത് പ്രവചനവും കാര്യങ്ങളൊന്നുമല്ല പറയുന്നത്, അങ്ങനെ സംഭവിക്കാം. കാരണം ആഗോളമായിട്ടുള്ള പല കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ അത് സംഭവിക്കും. അപ്പോൾ അതുകൊണ്ട് കാര്യമായ രീതിയിൽ നിങ്ങൾ സ്വർണത്തിന് വില കൂടി എന്ന് വിചാരിച്ചിട്ട് ആളുകൾ കയ്യിലുള്ള സ്വർണം കൊണ്ടുപോയി വിൽക്കാനോ കാര്യങ്ങൾക്കോ ശ്രമിക്കരുത് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനിയും ഇതിൻ്റെ വില ഉയരാനാണ് സാധ്യത. അപ്പോൾ ഇതൊരു ആളുകളിലേക്ക് സ്വർണത്തിൻ്റെ ഒരു അവബോധം, കാരണം പല ആളുകൾക്കും ഇത് സ്വർണം ആളുകൾ ഇവിടെ കല്യാണത്തിന് ആവശ്യത്തിന് മേടിച്ചിട്ടും സീസണിൽ മേടിച്ചിട്ടും ഇൻവെസ്റ്റ് ചെയ്യാൻ മേടിച്ചിട്ടും ഒക്കെയാണ് അതിൻ്റെ വില കൂട്ടണമെന്നാണ് പല ആളുകളുടെയും ചിന്താഗതി. അതല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. പിന്നെ ഞാൻ ഈ പറയുന്നതിൻ്റെ കാര്യം മതി. ഇപ്പോൾ ഗോൾഡിന് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നിൽക്കുന്നത് ഒരു ഔൺസ് റേറ്റ് ഏകദേശം 2,900 രൂപയാണ് നിൽക്കുന്നത്. 2,900 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഔൺസ് റേറ്റ് $2,900 ആണ് നിൽക്കുന്നത്. റേറ്റ് നിൽക്കുന്നത് $2,900. $2,900 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമ്മളത് 31.1 ഒരു ഔൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 31.1 ഗ്രാം സ്വർണ്ണമാണ്. അപ്പോൾ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇന്ത്യൻ രൂപയിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കിയാൽ ഏകദേശം 8,000 രൂപയോളം വില. അതാണ് ഇപ്പോൾ ഇവിടെ നമ്മുടെ ഇന്ത്യയിലുള്ള ഇപ്പോഴത്തെ നമ്മുടെ വില സ്വർണത്തിന്. അത് ഏകദേശം $3,500 വരുന്ന പറഞ്ഞത്. അതായത് 2,900 എന്നുള്ളത് $3,500 വരാനുള്ളൊരു ചാൻസ് ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും സ്വർണത്തിൻ്റെ വില ഒരു 9,700, 10,000 വരെ വരാം. പ്ലസ് ഇന്ത്യയിലുള്ള ടാക്സും അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി വരുമ്പോൾ ഒരു 11,000 രൂപ വരെ ഗ്രാമിന് വില വരും. ഇതെല്ലാം പല വാർത്തകളിൽ നിന്നും പല ന്യൂസുകളിൽ നിന്നും കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അല്ലാതെ ഞാനിത് വെറുതെ രീതിയിൽ വിളിച്ച് പറയുന്നതോ കാര്യങ്ങളോ ഒന്നുമല്ല. അപ്പം നിങ്ങൾക്കിതിലെന്തെങ്കിലും വിശ്വാസം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഷെയർ ചെയ്യാം, നിങ്ങളെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാം, നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് ഷെയർ ചെയ്യാം. പിന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളെൻ്റെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യണം. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള വീഡിയോ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ തുടർന്ന് ഇതുപോലുള്ള വീഡിയോകൾ കാണാം. ഓക്കെ, ബൈ.